നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 6-7 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഡിസംബർ 5 രാത്രി 10:15 PM മുതൽ ഡിസംബർ 7 രാത്രി 10:38 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട 3 രാശിമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വ്യാഴം 5 തീയതി വൈകിട്ട് 5:26 PM ബുധൻ 6 തീയതി രാത്രി 8:46 PM ചൊവ്വ 7 തീയതി രാത്രി 8:19 PM രാശി മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡുകളിൽ ഈ 3 ഗ്രഹങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും ഓരോ രാശിക്കും വ്യത്യസ്തമായിട്ടുള്ള, അതായത് 6 തീയതിയുള്ള അനുഭവമായിരിക്കില്ല 7 തീയതി. ഓക്കെ, എന്തായാലും ഈ മാറ്റങ്ങളെല്ലാം പ്രായോഗികമായിട്ട് ഫലത്തിൽ വരുന്നത് 8 തീയതി മുതലാണ്. ഓക്കെ, പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരു ആചാരമുണ്ട്. അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്, മിസ്ഡ് കാളും ചെയ്യരുത്. പകരം മെസ്സേജ് അയയ്ക്കുക, വാട്സാപ്പ് മെസ്സേജ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ശുഭവാർത്തയാണ്. കാര്യം കുറേ ഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ പൊതുവിലാണ് പറയുന്നത്. ഇവിടെ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. പക്ഷേ അതിൽ ബുധൻ 6 തീയതി രാത്രി മുതലേ ഉള്ളൂ. അതുമാത്രമല്ല, ചൊവ്വ അഷ്ടമത്തിൽ 7 തീയതി രാത്രി വരെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എങ്കിലും പൊതുവിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം ഗുണാധിക്യം വന്നു തുടങ്ങുന്നു. അതായത് ഇത് പൂർണ്ണമായിട്ടും പ്രായോഗികമായിട്ട് അനുഭവത്തിൽ വരുന്നത് 8 തീയതി മുതലാണ്. കാര്യം ചൊവ്വ 7 തീയതി രാത്രി വരെയും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. അപ്പോൾ എങ്കിലും പൊതുവെ നമ്മൾ ക്ഷേത്ര ദർശനം നിർബന്ധമാണ്, മന്ത്രജപങ്ങളുമൊക്കെ. ശനിയാഴ്ച ശനി തന്നെ നമുക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. അത്യാവശ്യം ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മേടം രാശിക്ക് കുറച്ച് കാലമായിട്ട് ഇച്ചിരി പ്രയാസമായിരുന്നു, അതൊക്കെ മാറിത്തുടങ്ങും. ഏതാണ്ട് 8 തീയതി മുതൽ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളത് മാറിക്കിട്ടും. പിന്നെ തീർച്ചയായിട്ടും പൊതുവിൽ ഇവർക്ക് ഒരു നല്ല കാലത്തിലേക്കുള്ള തുടക്കം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരണമെങ്കിൽ 8 തീയതി മുതലാവും. എങ്കിലും പൊതുവെ ഈ ദിവസങ്ങളിലൊക്കെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ചൊവ്വ പ്രതികൂലം തന്നെ 7 തീയതി വരെയും അതിനുശേഷവും. അപ്പോൾ അതിനുശേഷം
അതായത് 7-ാം തീയതി രാത്രി 8:19 PM ശേഷം ചൊവ്വ ഇവർക്ക് ഏകദേശം 45 ദിവസം പ്രതികൂലമായിട്ട്, ഡയറക്റ്റ് പ്രതികൂലമായിട്ട് ചൊവ്വ അഷ്ടമത്തിൽ വരികയാണ്. ഓക്കെ, 8-ാം ഭാവത്തിൽ. അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക് മെഷീൻ അങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വാഹനം ഉൾപ്പെടെ, മൊബൈൽ ഉൾപ്പെടെ അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏതാണ്ട് 7-ാം തീയതിക്ക് ശേഷം ഒരു 45 ദിവസം ചൊവ്വ അഷ്ടമത്തിലാണ്, സൂക്ഷിക്കുക. അത് നമ്മൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകം, ഭസ്മാഭിഷേകം ഒക്കെ നടത്തുക. പിന്നെ അവർക്ക് സൂര്യനും ബുധനും ഒക്കെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് 7-ാം ഭാവത്തിലാണ് സൂര്യൻ ബുധനും നിൽക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് കദളിപ്പഴം അല്ലെങ്കിൽ വെണ്ണ നിവേദ്യം ചെയ്യുക ബുധനാഴ്ച. പിന്നെ ഇവർക്ക് വ്യാഴം തിരിച്ച് 2-ാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, അതുപോലെ ദൈവാധീനം വർദ്ധിക്കുന്നു, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പിന്നെ അവർക്ക് 11-ാം ഭാവത്തിൽ ശനി അതിശക്തമായ രീതിയിൽ തുടരുകയാണ്. സർവകാര്യ വിജയം, അപ്പോൾ സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ ഇതെല്ലാം ലഭിക്കും. എങ്കിലും ഈ പറഞ്ഞ ചൊവ്വയുടെ ഒരു പ്രശ്നം വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുക. അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഇടവൻ രാശിക്ക് അല്പം സൂക്ഷിക്കേണ്ട കാലമാണ് ഇനിയിപ്പോൾ 7-ാം തീയതിക്ക് ശേഷം വരുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവിടെ ചൊവ്വ 7-ാം തീയതി രാത്രി മുതൽ പ്രതികൂലമായിട്ട് വരുന്നു 7-ാം ഭാവത്തിൽ. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യത, വിവേകപൂർവ്വം പരിഹരിക്കുക. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചോടിക്കുക. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വ്യാഴം പ്രതികൂലമായി കഴിഞ്ഞു. കുറച്ചു കാലം 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യാഴം പ്രതികൂലമായിട്ട് ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച തീർച്ചയായിട്ടും കണ്ടകശനിയാണിവിടെ. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. ചൊവ്വ ഞാൻ പറഞ്ഞു. ഓക്കെ, ഏകദേശം 5 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറയുന്നത് ഇവർക്ക് സൂര്യനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുകയാണ് 6-ാം ഭാവത്തിൽ. അപ്പോൾ വൃശ്ചികമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, ബൗദ്ധിക മേഖലയിൽ നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് മിഥുനം രാശിക്ക്. എങ്കിലും ചൊവ്വ പ്രതികൂലമാവുന്നു 7-ാം തീയതി മുതൽ രാത്രി മുതൽ. ഓക്കെ, അതുവരെ അനുകൂലമാണ് ചൊവ്വ. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയാല്യം. ശുഭവാർത്തയുണ്ട് കർക്കിടകം രാശിക്ക്. 7-ാം തീയതി രാത്രി ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു 6-ാം ഭാവത്തിൽ. ഒരു 45 ദിവസം അടിപൊളി ദിവസങ്ങളായിരിക്കും. പൊതുരംഗത്ത് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ 7-ാം തീയതി രാത്രിക്ക് ശേഷമാണേ. അപ്പോൾ അത് ഈ വാഹന ലാഭം
ഈ 45 ദിവസം 8-ാം തീയതി മുതൽ 7-ാം തീയതിക്ക് ശേഷം വാഹന ലാഭം, അതുപോലെ തന്നെ പൊതുരംഗത്ത് ഉയർച്ച ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിന്നെ നിയമ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും, പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. എങ്കിലും ഇവിടെ വ്യാഴം പ്രതികൂലമായി തുടരുകയാണ്. വ്യാഴം 12-ലോട്ട് മാറി, ജന്മത്തിൽ നിന്ന് 12-ലോട്ട് മാറി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. 12-ാം ഭാവത്തിലാണ്, നഷ്ടസ്ഥാനത്താണ്, വ്യയസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സർപ്പവും. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് 7-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് പൊതുവെ ഗ്രഹങ്ങളൊക്കെ, ഈ പ്രതികൂലമായിട്ട് നിന്നിരുന്ന ഗ്രഹങ്ങളൊക്കെ മാറുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ബുധൻ അനുകൂലമായിട്ട് വരും 6-ാം തീയതി രാത്രി മുതൽ. അപ്പോൾ ഇവർക്ക് ചൊവ്വയുടെ ആ പ്രതികൂലാവസ്ഥ മാറുന്നു 7-ാം തീയതി രാത്രി മുതൽ. അപ്പോൾ ഈ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിന്നിരുന്ന ഗ്രഹങ്ങൾ കുറേയൊക്കെ മാറുന്നു 7-ാം തീയതിയൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക്. എങ്കിലും ഇത് ഫലത്തിൽ നമുക്ക് ഒന്ന് ആ ട്രാക്കിൽ വരണമെങ്കിൽ ഒരു 8-ാം തീയതി മുതൽ പ്രായോഗികമായിട്ട്. എങ്കിലും ഇവിടെ വലിയൊരു മാറ്റമാണ് ചിങ്ങം രാശിക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 5-6 ഗ്രഹങ്ങൾ വരെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിന്നിരുന്ന സമയങ്ങളായിരുന്നു, അത് മാറുന്നു. ഓക്കെ, അത് പിന്നെ തീർച്ചയായിട്ടും ഇവിടെ അഷ്ടമത്തിൽ ശനി നിൽക്കുകയാണ്. സർപ്പവും അനുകൂലമല്ല. ഓക്കെ, അപ്പോൾ രാഹു, കേതു, ശനി ഇത് മാത്രമാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. നേരത്തെ മിനിമം 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിന്നിരുന്നു, അത് വലിയൊരു മാറ്റമാണ്. തീർച്ചയായിട്ടും ഏകദേശം 8-ാം തീയതി മുതൽ ഇവർക്ക് മോശമല്ലാത്ത നേട്ടങ്ങളുണ്ടാവും. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിന്നെ വ്യാഴം ഇവിടെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനുമായിട്ട് ഗജകേസരി യോഗത്തോടുകൂടി തിരിച്ചു വരികയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ ചിങ്ങം രാശിക്ക് വന്നു തുടങ്ങുകയാണ്. ഏതാണ്ട് 8-ാം തീയതി മുതൽ 7-ാം തീയതി രാത്രി നമ്മുടെ ചൊവ്വ മാറുമ്പോഴത്തേക്ക്, പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് 5-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. പിതൃ സ്ഥാനീയരിൽ നിന്ന് ഈ പൈതൃക സ്വത്ത് ലഭിക്കാനും, നേരത്തെ കിട്ടിയവർക്ക് അതിൻ്റെ കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഒക്കെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് വർക്കൗട്ട് ആവണമെങ്കിൽ നമുക്ക് വൃശ്ചികം കഴിഞ്ഞ് ധനുമാസം തുടങ്ങുമ്പോഴത്തേക്ക് 5-ാം ഭാവത്തിൽ സൂര്യൻ വരും. അപ്പോൾ അത് നേട്ടമാണ്. അപ്പോൾ ഈ ചൊവ്വയും സൂര്യനും കൂടെ ചേർന്ന് പൈതൃക സ്വത്ത് തരും, അതുവഴി നേട്ടങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇനി വരാൻ കിടക്കുന്നു. അപ്പോൾ ചിങ്ങം രാശിയിലെ ആ വളരെ ദോഷകരമായ ആ കാലം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 7-ാം തീയതി രാത്രി മുതൽ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അപ്പോൾ ചിങ്ങരാശിക്ക് ആശ്വസിക്കാവുന്നല്ല, അല്പം സന്തോഷിക്കാനും കുറച്ച് ആഹ്ലാദിക്കാനുള്ള വകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ സാധ്യത. ഓക്കെ, അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്
എങ്കിലും ചൊവ്വ ഇവിടെ 7-ാം തീയതി രാത്രി മുതൽ ഡയറക്റ്റ് പ്രതികൂലമാവുകയാണ് 45 ദിവസം. അപ്പോൾ ഇപ്പോഴേ തന്നെ നമുക്ക് ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം. പിന്നെ ശനി ഇവർക്ക് നേരത്തെ തന്നെ പ്രതികൂലമാണ്. 7-ാം ഭാവത്തിൽ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നം ഉണ്ടാവാം, വിവേകപൂർവ്വം പരിഹരിക്കുക. അതുപോലെ തന്നെ ഈ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് പറ്റുമെങ്കിൽ ജീവിത പങ്കാളിയോടൊപ്പം ശിവപാർവതി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ നിരവധി നേട്ടങ്ങൾ ഇവരെ വന്ന് പരിരംഭണം ചെയ്യുന്ന ദിവസങ്ങളാണ്. സർപ്പം അഥവാ രാഹു അനുകൂലമാണ്. അപ്പോൾ 6-ാം ഭാവത്തിൽ സർപ്പം അനുകൂലമാണ് കന്യരാശിക്ക്. അപ്പോൾ ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. ഈ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ വൃശ്ചികമാസം മുഴുക്കെ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഇതെല്ലാം കന്യരാശിക്ക് ലഭിക്കുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, 7-ാം തീയതി രാത്രി വരെ ചൊവ്വ അനുകൂലമാണ്. ഓക്കെ, ശേഷം പ്രതികൂലമായിട്ട് വരും. അപ്പോൾ 4-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് വരും. അപ്പോൾ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 7-ാം തീയതി രാത്രി 8:19 PM മുൻപായിട്ട് ഇവർ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക, പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു 45 ദിവസം, 8-ാം തീയതി മുതൽ പ്രായോഗികമായിട്ട് 8-ാം തീയതി മുതൽ 45 ദിവസം ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ചിത്തിര ആദ്യ അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം, ചിത്തിര തുലാം രാശി. തുലാം രാശിക്ക് ഇവിടെ ചൊവ്വ അനുകൂലമായിട്ട് മാറുകയാണ് 7-ാം തീയതി രാത്രി മുതൽ. അപ്പോൾ ഈ 6ഉം 7ഉം പ്രായോഗികമായിട്ട് ചൊവ്വ അനുകൂലമല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവരെ കാത്തിരിക്കുന്നത് നൂറ്റാണ്ടിലെ തന്നെ, അത് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്, ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും നല്ല സൗഭാഗ്യമുള്ള ദിവസങ്ങളിലേക്കാണ് തുലാം രാശിക്കാരെ നടന്നെടുക്കുന്നത്. അപ്പോൾ ഇവിടെ തുലാം രാശിക്ക് ബുധൻ മാറുന്നു. അതായത് 6-ാം തീയതി രാത്രി 8:46 ബുധൻ അനുകൂലമായിട്ട് മാറുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായിട്ട് മാറും 7-ാം തീയതി രാത്രി. വ്യാഴം അനുകൂലമായി കഴിഞ്ഞു. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ചന്ദ്രനും വ്യാഴവും ഗജകേസരി യോഗം ഇവരുടെ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ 7 ഗ്രഹങ്ങൾ ഇപ്പം തന്നെ ഇവർക്ക് അനുകൂലമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാൻ കിടക്കുന്നത് സൂര്യൻ 16-ാം തീയതി, ഡിസംബർ 16-ാം തീയതി ധനുമാസത്തിൽ ധനുരാശിയിലും കൂടെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് 9 ഗ്രഹങ്ങൾ വരെ അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ വരുന്നു. അത് ഡിസംബർ 16 തൊട്ട് ജനുവരി 14 വരെ ഉള്ള ധനുമാസം ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള 30 ദിവസങ്ങൾ അടുപ്പിച്ച് വരാൻ പോയാണ്. അത് നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള കാര്യമാണ്. മറ്റ് രാശിക്കാർക്ക് ആർക്കും ഇല്ലാത്ത ഒരു വലിയ നേട്ടം ഇവരെ കാത്തിരിക്കുന്നു. ഞാനത് വീഡിയോ ചെയ്യുന്നുണ്ട്.
കാര്യം അത് എല്ലാ തുലാം രാശിക്കാരിലും ഈ വാർത്ത എത്തിക്കാൻ ഞാൻ വളരെയധികം ശ്രമിക്കുകയാണ്. കാരണം ഇതുപോലെ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും നല്ല കാലം തുലാം രാശിക്കാർക്ക് വരാൻ പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ ആയുസ്സിൽ തന്നെ ഏറ്റവും നല്ല രാശിഫലമാണ് ഈ പറയുന്നത്. ഇത് നിങ്ങളുടെ ഗ്രഹസ്ഥിതി, അതുപോലെ തന്നെ മറ്റേ അന്തർദശ, മഹാദശ, അതുമാത്രം പോരാ, ഇതെല്ലാം അനുകൂലമായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, പിന്നെ ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം അനുഷ്ഠിച്ചെങ്കിലൊക്കെ ഇതെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. എന്തായാലും തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം 30 ദിവസങ്ങൾ അടുപ്പിച്ച് വരാൻ പോവുകയാണ് ഡിസംബർ 16 മുതൽ. എങ്കിലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഏകദേശം ടോപ്പ് ഗിയറിൽ വരുന്നത് ഡിസംബർ 8 മുതലാണ്. അതിനുശേഷം ഡിസംബർ 16 മുതൽ 5th ഗിയറിലേക്ക് നിങ്ങളുടെ ജീവിത വാഹനം മാറാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സാങ്കേതിക രംഗത്ത് മേന്മകൾ. ചുരുക്കത്തിൽ തുലാം രാശിക്ക് ഇത്രയും അനുകൂലമായിട്ട് വരുന്ന കാലം ഇനി വരില്ല, ഉറപ്പാണ്. ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിലേക്ക്, ഏറ്റവും നല്ല ദിവസങ്ങളിലേക്ക് തുലാം രാശിക്കാർ നടന്നെടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഇത് ഇടുന്ന ദിവസം 5-ാം തീയതിയാണ്. വ്യാഴം മാറിയിട്ടില്ല. കർമ്മഭാവത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇന്ന് 5-ാം തീയതി വൈകിട്ട് 5:26 PM വ്യാഴം മാറും. ഇന്നത്തെ കാര്യം ഈ വീഡിയോ ഇടുന്ന സമയം പറയാം. അപ്പോൾ 6-ാം തീയതി 7-ാം തീയതി നമുക്ക് ചൊവ്വയുടെ ഒരു അനുകൂല ഭാവം കിട്ടുന്നില്ല പ്രായോഗികമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വ്യാഴത്തിൻ്റെ പൂർണ്ണഫലങ്ങൾ ഈ 6-ാം തീയതി 7-ാം തീയതി ഉണ്ടാവും. അത് മാത്രമല്ല ചന്ദ്രൻ്റെ സാമീപ്യം കൊണ്ട് ആ ചന്ദ്രനും വ്യാഴവും കൂടെ ഒരുമിച്ച് ഭാഗ്യസ്ഥാനത്ത് വരുന്നതിൻ്റെ ആ ഗജകേസരി യോഗത്തിൻ്റെ ഒരു പൂർണ്ണമായ അളവ് കിട്ടുമെങ്കിലും 8-ാം തീയതി മുതലാണ് ശരിക്കും ഈ ചൊവ്വയും കൂടി പ്രായോഗികമായിട്ട് അനുകൂലമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ പോകുന്നത്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് 6-ഉം 7-ഉം. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് മാറും. അപ്പോൾ ഞാൻ തുലാം രാശിക്കാരോട് പ്രത്യേകം പറയുകയാണ്, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനി വരാൻ കിടക്കുന്ന വീഡിയോകളൊക്കെ തന്നെ ദിവസങ്ങളെല്ലാം തന്നെ ഏകദേശം ജനുവരി 14 വരെ ഏകദേശം ഇനിയൊരു 45 ദിവസത്തോളം നിങ്ങൾക്ക് വളരെയധികം നിർണായകമായ ക്രിട്ടിക്കലായിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനൊക്കെ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുലാം രാശിക്കാർക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ ഇതിൻ്റെ ഒരു കാലത്തിൻ്റെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെല്ലാം അതാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും തുലാം രാശിക്കാരെ തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും ഒരു തുലാം രാശിക്കാരനാണ് കേട്ടോ. ചിത്തിര നക്ഷത്രമാണ്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വൃശ്ചികം രാശിയുടെ കാര്യം പറയാം. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് വ്യാഴം പ്രതികൂലമായി
അതുപോലെ തന്നെ സൂര്യനും ബുധനും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. പ്രായോഗികമായിട്ട് 7-ാം തീയതി രാത്രി വരെ ചൊവ്വയും പ്രതികൂലം തന്നെയാണ്. അപ്പോൾ ആകെ ശുക്രൻ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ അനുകൂലമായിട്ടുള്ള ഭാഗത്തിൽ നിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം, ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട്. ചൊവ്വ പ്രതികൂലം തന്നെ 7-ാം തീയതി രാത്രി വരെ. അതുപോലെ തന്നെ ഇവർക്ക് സൂര്യൻ, ബുധൻ, ചൊവ്വ 7-ാം തീയതി രാത്രി വരെ. അതുപോലെ തന്നെ വ്യാഴം, ഇതെല്ലാം പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, തിങ്കളാഴ്ച ശിവന് ഒക്കെ വഴിപാട് നടത്തുക. എങ്കിലും അത്യാവശ്യം 4 ഗ്രഹങ്ങളോളം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാമെങ്കിലും പൊതുവേ ഇപ്പോൾ ഈ വൃശ്ചികം രാശിക്ക് ചൊവ്വയും കൂടി പ്രതികൂലമാണ് പ്രായോഗികമായിട്ട് 7-ാം തീയതി രാത്രി വരെ. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും വഴിപാട് നടത്തുക. പൊതുവെ വൃശ്ചികം രാശിക്ക് അത്ര നല്ല ഒരു ദിവസങ്ങളല്ല, എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാര്യം വ്യാഴം അനുകൂലമായിട്ട് വന്നു. ഓക്കെ, 7-ാം ഭാവത്തിൽ ഇവർക്ക് ചന്ദ്രനും വ്യാഴവും കൂടി ഗജകസ്ഥിരി യോഗം രൂപീകരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ദിവസങ്ങൾ. അതുകൂടാതെ ഗുണാധിക്യമാണ് ഇവർക്ക് പൊതുവെ കാണുന്നത്. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, വിവാഹ ബന്ധം, അതുപോലെ ദാമ്പത്യ ജീവിതം ഒക്കെ അനുകൂലമാവും. പ്രേമ ബന്ധങ്ങൾ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് വരും. പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച കൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും വ്യാഴം ഇവർക്ക് പ്രതികൂലമായി കഴിഞ്ഞു. 8-ാം തീയതി മുതൽ ചൊവ്വയും പ്രതികൂലമാവും. അതായത് 7-ാം തീയതി രാത്രി മുതൽ ചൊവ്വയും പ്രതികൂലമാവും. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ശനി, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ ഇവ അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. മകരം രാശിയുടെ ഒരു പവർ കുറയുന്നു, പ്രത്യേകിച്ച് 7-ാം തീയതി രാത്രിക്ക് ശേഷം. ചന്ദ്രനും കൂടി ഇവർക്ക് അനുകൂലമല്ലെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഗുണാധിക്യം കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഇനി വരാൻ പോവുകയാണ്. അതുകൊണ്ട് കഴിവതും 7-ാം തീയതി രാത്രി 8 മണിക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ മകരം രാശിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാലം വരാൻ തുടങ്ങുന്നു, ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 2 ദിവസങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നിയമ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഈ 7-ാം തീയതി രാത്രി 8:19 PM മുമ്പായിട്ട് നമ്മളത് ചെയ്തു തീർക്കുക, പൂർത്തീകരിക്കുക. പൊതുവേ ഇവർക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നത്.
കാര്യം ചൊവ്വ ഈ 7-ാം തീയതി രാത്രി വരെ നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ഗുണാധിക്യം തന്നെയാണ് പറയാൻ പറ്റുന്നത്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടം ഉണ്ടാവും. അത് ഈ വൃശ്ചിക മാസം മുഴുക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. പിന്നെ ഇവർക്ക് ശനി അനുകൂലമായതിനാൽ സർവകാര്യ വിജയം, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് തന്നെ ഇപ്പോഴും നിൽക്കുന്ന വ്യാഴം മാറി എങ്കിലും സംഭവം ചൊവ്വയുടെയൊക്കെ ഒരു കരുത്തുണ്ട്. അപ്പോൾ ടെക്നിക്കൽ സൈഡൊക്കെ സാങ്കേതിക രംഗത്ത് മികവ് പ്രകടിപ്പിക്കാൻ പറ്റും ശനി അനുകൂലമായതുകൊണ്ട്. ഇനി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞു. 5-ാം ഭാവത്തിൽ ഇവർക്ക് ചന്ദ്രനും വ്യാഴവും കൂടി ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. അപ്പോൾ ഇവർക്ക് പ്രേമബന്ധങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം, ദമ്പതികൾ തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. സൂര്യനും ബുധനും അനുകൂലമായതിനാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ ചൊവ്വ ഇവർക്ക് 7-ാം തീയതി രാത്രി മുതൽ അനുകൂലമായിട്ട് വരും. അപ്പോൾ അത് നേട്ടമാണ്. കർമ്മഭാവത്തിൽ വരും. അതൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. പ്രായോഗികമായിട്ട് 8-ാം തീയതി മുതലേ അത് അനുഭവത്തിൽ വരുള്ളൂ. പൊതുവെ ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം ഉണ്ടാവും. പരിധികളുണ്ട്. എന്നാൽ തന്നെയും കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ. നേട്ടങ്ങളുടെ കാലം തന്നെ. ഇവർക്ക് ശനി പ്രതികൂലമാണ്, സർപ്പവും പ്രതികൂലമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. അപ്പോൾ മീനം രാശിക്ക് ചൊവ്വ അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് 7-ാം തീയതി മുതൽ. ഓക്കെ. അപ്പോൾ ഇവർക്ക് ചെറിയ വലിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. എങ്കിലും ഇവർക്ക് ജന്മശനിയാണ്. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്രതമെടുത്ത് ശനിയാഴ്ച സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. അത് 12 രാശിക്കാരോടും ഞാൻ പറയുന്നത് ഇതാണ്. ശിവപാർവതി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഓക്കെ. ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. 6-ാം തീയതി രാവിലെ 5:01 AM മുതൽ രാവിലെ 5:49 AM വരെയാണ് 6-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 7-ാം തീയതി രാവിലെ 5:02 AM മുതൽ രാവിലെ 5:50 AM വരെയാണ് 7-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 6-ാം തീയതി ഉച്ചയ്ക്ക് 11:55 AM മുതൽ ഉച്ചയ്ക്ക് 12:40 PM വരെയാണ് 6-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 7-ാം തീയതി രാവിലെ 11:55 AM മുതൽ ഉച്ചയ്ക്ക് 12:41 PM വരെയാണ് 7-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 6-ാം തീയതി രാവിലെ 9:27 AM മുതൽ രാവിലെ 10:52 AM വരെയാണ് രാഹുകാലം 6-ാം തീയതി. 7-ാം തീയതി വൈകിട്ട് 4:33 PM മുതൽ 5:59 PM വരെയാണ് 7-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക.
പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ 6/12/2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 6, 2, 3, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 7-ാം തീയതി 7/12/2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 9, 2, 5, 3 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 6-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. 7-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.